നീയും അവളുമാണോ ആദ്യം ഇവിടെ എത്തിയത് അതോ നിന്റെ കൂട്ടുകാരോ? അവര് മൂന്നുപേരും നേരത്തെ എത്തി സർ. ആരുടെ കയ്യിലായിരുന്നു വീടിന്റെ താക്കോൽ? സനീഷിന്റെ കയ്യിൽ. ഇവരെങ്ങനെ എത്തിച്ചേർന്നത്? റോഹിത്തിന് ബൈക്ക് ഉണ്ടായിരുന്നു, അതിലാണ് അവൻ വന്നത്. നരനും സനീഷും വേറെ ബൈക്കിൽ വന്നു. ബാക്കി അകത്തോട്ട് കയറിയിട്ട് വിസ്തരിക്കാടാ. ഇവിടെ നീക്കണം. നീ ആ പെണ്ണിനെയും കൊണ്ട് ആദ്യം ഇങ്ങോട്ടല്ലേ കയറി വന്നത്? അതെ സർ. അപ്പോ യവന്മാരൊക്കെ എവിടെയായിരുന്നു? അവര് കിച്ചണിലുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇവരെ കണ്ടില്ലടാ. ഇല്ല, ഇവര് ഒളിച്ചു നിൽക്കുകയായിരുന്നു. ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന വീട്ടിൽ ആരെയും കാണാഞ്ഞിട്ട് അവൾക്ക് സംശയം തോന്നിയില്ലേ? സംശയം തോന്നി, എന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാരും കിച്ചണിലാണെന്ന്. മെടുക്കൻ. സത്യം പറഞ്ഞോളഞ്ഞല്ലോ. അതോടെ അവളുടെ സംശയമെല്ലാം തീർന്നോ? ഇവിടെ ടേബിളിൽ കുറെ ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കേക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾക്ക് തളർച്ച തുടങ്ങി. തലച്ചുറ്റെന്നു പറഞ്ഞു. അപ്പൊ നിനക്ക് മനസ്സിലായി കിളി വലയിൽ കുടുങ്ങിയെന്ന് അല്ലടാ? പറയടാ. ഭയങ്കര സന്തോഷം തോന്നിയില്ലേ? സർ പറയടാ. എന്നിട്ട് നീ അവളെ എന്ത് ചെയ്തു? സോഫയിൽ പിടിച്ചിരുത്തി ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പൊ അവൾ എന്ത് പറഞ്ഞു? പറയടാ. അവൾ എന്തൊക്കെയോ പറഞ്ഞു. നാക്ക് കുഴഞ്ഞത് കാരണം ഒന്നും മനസ്സിലായില്ല. പറ. പിന്നെ നീ എന്ത് ചെയ്തു? അവൾ കിടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ താങ്ങി എണീപ്പിച്ചു. നിന്റെ കൂട്ടുകാരൻ എന്ത് ചെയ്തു ആ സമയത്ത്? അവര് അടുക്കള സൈഡിൽ നോക്കുന്നുണ്ടായിരുന്നു. അവളെ നീ ഏത് റൂമിലാ കൊണ്ടുപോയി കിടത്തിയത്? സാറേ ദാ ആ റൂമിലാ സാറേ. വാ, അവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഈ ബെഡ്ഷീറ്റ്, പില്ലോസ്, ബെഡ് എല്ലാം ചുരുട്ടി പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കണം. ഫോറൻസിക് ടീം വരുമ്പോ അവർക്ക് കൈമാറാനുള്ളതാ. ഓക്കെ സാർ. ഇതാണ് പീഡനം നടന്ന മുറി അല്ലടാ? അതെ. ആ പെൺകുട്ടിയെ ബലമായി പിടിച്ചോണ്ട് വരുമായിരുന്നോ അതോ അവൾ തന്നെ വരുന്നോ? ആരാ അവളെ ഈ മുറിയിലോട്ട് കൊണ്ടുവന്നത്? പറയടാ. സാർ ഞാനാ കൊണ്ടുവന്നത്. നിനക്കത് പറയാൻ എന്താണ് അത്ര മടി? ധീര കൃത്യമല്ലേ ചെയ്തത്? കൂട്ടുകാരോട് നീ പോയി വീമ്പ് പറഞ്ഞാണല്ലോ. ഇല്ലടാ, നീ എങ്ങനെയാ ഈ മുറിയിലോട്ട് അവളെ കൊണ്ടുവന്നത്? വെള്ളത്തിലും മയക്കുമരുന്ന് നേരത്ത് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് തളർച്ച വന്നു. അപ്പൊ ഞാൻ മുറിയിൽ കൊണ്ടുവന്നു ഈ ബെഡിൽ കിടത്തി. അപ്പൊ അവൾക്ക് ബോധം ഉണ്ടായിരുന്നോ? നല്ല ബോധം ഉണ്ടായിരുന്നു. എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ സംസാരിച്ചത്? എന്റെ അടുത്ത് ഇരിക്കണം, എങ്ങോട്ടും പോയി കളയരുത് എന്നൊക്കെ. എന്നിട്ട് നീ അടുത്തിരുന്ന് അവളെ നല്ലതുപോലെ സംരക്ഷിച്ചല്ലടാ? നിന്നെ വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ വന്ന ആ പെണ്ണിനെ നീ നിന്റെ കൂട്ടുകാർ കൂടി ഇട്ടുകൊടുത്തല്ലടാ? പറയടാ, എന്തൊക്കെയാ റൂമിൽ വെച്ച് നടന്നത്? നീയായിരുന്നോ ഒന്നാമൻ? നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. ഇറങ്ങോട്ട്. അങ്ങനെ നിങ്ങൾ പറയുമ്പോ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കല്ല, എടുക്കാൻ കൊണ്ടുവന്നതാ. ഇറങ്ങണം. ഒറ്റയാണ് വീടിന്റെ കോമ്പൗണ്ടിനകത്ത് കയറി പോലെ. സാറേ ഞങ്ങൾ ഈ നാട്ടുകാരാ, ഞങ്ങൾ അതിനെ പേടിപ്പിക്കൊന്നും വേണ്ട. ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാ. ഇവിടെ നടക്കണ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. നിന്റെ പേരെന്താടാ? സുരേഷ് ബാബു. സുരേഷ് ബാബു. 5-ാം പ്രതിയായിട്ട് ചേർത്തോ? ഫോൺ നമ്പർ അഡ്രസ് പറയണ. ഇറങ്ങണ പുറത്ത്. പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇറങ്ങണ. ഒറ്റയാണ് ഈ കോമ്പൗണ്ടിനകത്ത് കയറി പോരുത്. ശിവേട്ടല്ലേ? കൊച്ചിന്റെ ഫ്ലൈറ്റ് ഇറങ്ങി പൊളിക്കേണ്ടത്. എടാ ഇവിടെ നിന്ന് എടുത്ത കാറുമായിട്ട് നെടുമ്പാശ്ശേരി തിരിച്ച് ഇങ്ങോട്ട്. ഇതാകുമ്പോ ടാക്സി ചാർജ് മാത്രം കൊടുത്താൽ മതിയല്ലോ. ഡ്രൈവ് ചെയ്യേണ്ട കാര്യമില്ല. നീ വാ. ഇറങ്ങി വാണോട്ട്. പിടിച്ചു മാരണോ മാരെ? എന്താ ചെയ്യണോ? എന്താണ് കാര്യം? നിങ്ങളൊക്കെ എന്തിനാണ് അവിടെ കുടിയിരിക്കുന്നത്? അവന്മാരെ ഞങ്ങളത് കാണണ്ട സാറേ. ഇങ്ങനെ ഇറക്കി വിടും സാറേ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല കുറ്റവാളികളെ പോലീസ് പിടിക്കുന്നത്, കോടതിയിൽ എത്തിച്ച് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാ. എന്നാലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെങ്കൊച്ചിനെ പേടിപ്പിച്ചാൽ ഞങ്ങളത് കാണട്ടെ സാറേ. നിങ്ങളുടെ കൂട്ടത്തിലെ പെങ്കൊച്ച് പിഴയ്ക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അങ്ങനെ പിഴപ്പിക്കാൻ നടക്കുന്നവന്മാരെ നിങ്ങൾ തന്നെ പിടിച്ച് നല്ല അടി കൊടുക്കണമായിരുന്നു. അപ്പൊ ഞങ്ങൾ സദാചാര പോലീസ് ആവുമല്ലോ സാറേ. അപ്പൊ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ വന്ന് കേസെടുക്കുമല്ലോ. പിന്നെ എന്ത് വേണം? പ്രതികളെ പോലീസ് പിടികൂടി നിങ്ങളുടെ മുമ്പിൽ കിട്ടണോ? വേണ്ട സാറേ, അവന്മാരെ ഒന്ന് കണ്ടാ മതി. അങ്ങനെ കാണിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അവന്മാരെ കൊണ്ടിറക്ക. ജാമ്യം എടുത്ത് പുറത്തേക്ക് വരില്ലോ. അപ്പൊ എടുത്തോളാം. ഇവിടെ ചുറ്റിത്തിരിയാതെ സ്ഥലം വിടാൻ നോക്ക്. എപ്പോഴാ സാറേ അവന്മാരെ കോടതിയിലോട്ട് കൊണ്ടുപോകുന്നത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. കൊണ്ടുപോകേണ്ട സമയമാകുമ്പോ ഞങ്ങൾ കൊണ്ടുപോകും. കൊണ്ടുപോ. ഒക്കെ ക്ലിയർ ചെയ്യും. എന്നാ അടുത്ത പരിപാടി? ആരെങ്കിലും വിളിച്ചോ? ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ആരും കിട്ടിയിട്ടില്ല. വൈജിയുടെ മോനുണ്ടല്ലോ, അവളെ വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചില്ല. അവളുടെ ആവലാദ്യം കൂടി കേൾക്കണ്ടേ? കയ്യും കാലും ഒടിഞ്ഞ് അനങ്ങാൻ മേലാതെ കിടക്കുന്ന അവളോട് ഞാൻ എന്നതാ പറയണ്ടേ? ബാലേന്ദ്രനെ കൂടി വിളിച്ചോ? അയാൾ ഇതുവരെ വിളിച്ചില്ല. അയാൾ എന്തൊരു മനുഷ്യനാ. ഒരാപത്ത് വരുമ്പോ ഒന്നിച്ചു നിൽക്കണ്ടേ? അങ്കിളിന്റെ കയ്യില് ഫോണില്ല, അതാ വിളിക്കാതെ. വേണമെന്ന് വെച്ച് വിളിക്കാൻ പറ്റും. ഗോവർദ്ധൻ കാണുമല്ലോ കൂടെ, അയാളുടെ ഫോണിൽ നിന്ന് വിളിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും നേഴ്സിന്റെയോ ഡോക്ടറുടെയോ ഫോൺ ചോദിച്ചു കൊടുക്കത്തില്ലേ? നമുക്ക് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം രാജീവേ. പിള്ളേരെ കാണും. ജാമ്യത്തിലുള്ള വക്കീലിനെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി വൈജയും ബാലയും തന്നെ കാണും. വഴക്കെല്ലാം മാറ്റിവെച്ച് എല്ലാവരും ഐക്യത്തിൽ നിൽക്കാൻ പറഞ്ഞു. പിന്നെ മനു, ഇന്ന് ഉച്ച കഴിയുമ്പോൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ആൾക്കൂട്ടം ചെന്നിരുന്നെന്ന് കേട്ടു. കോടതിയിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെയും വലിയ ആൾക്കൂട്ടം ഉണ്ടാവുമെന്നാണ് കേട്ടത്. മനു, നീ ഞങ്ങളുടെ കൂടെ വാ. ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഒന്നും ചെയ്യാനില്ല കൊച്ചാ. എടാ, എന്നാലും ഒരു ആൾബലം വേണ്ട നമുക്ക്. ആൾബലം പോലീസുകാരെ കാണിക്കാനോ അതോ നാട്ടുകാരെ കാണിക്കാനോ? കോടതി വളപ്പിൽ ഒരു 500 പേരെങ്കിലും ഇടിച്ചു കയറും. നമ്മളവരുടെ ഇടയിൽ എങ്ങനെ ചെന്ന് പെട്ട ഉറുമ്പിനെ പോലെ ഞെരടി കളയും അവര്. പ്രതികളെ കാണുമ്പോൾ അവര് വയലന്റ് ആവുന്ന ഉറപ്പല്ലേ? ഗേറ്റ് അടച്ചിട്ടിരുന്നിട്ടുള്ള നാട്ടുകാർ ഇവിടെ കടപ്പാട്ടൂർ വീടിനടുത്ത് കല്ലേറ് നടത്തി. ടൗണിൽ അടച്ചിട്ടിരുന്ന കടകളുടെ ഷട്ടറിന് താഴെ കല്ലിന്റെ കൂമ്പാരങ്ങളാണ്. ആളുകൾ കല്ലെറിഞ്ഞ. ബാലയത്തിന്റെ കടയിൽ അടച്ചിട്ടിരിക്കുകയാണ്. കട തുറക്കണമെന്ന് അലീന ഗോവർദ്ധനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട തുറന്നു വെച്ചിരുന്ന മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോകാനെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു നിസ്സാര സംഭവമൊന്നും അല്ല. ഇതിന്ന് കയറണമെങ്കിൽ കുറച്ച് വിഷമിക്കും. അപ്പൊ നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ല? എന്നെ ഹരി അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട് പാലാ ടൗണില്. ഒരുത്തൻ കൈ ചൂണ്ടിയാ മതി. ദേ നിൽക്കുന്നു ബലാത്സംഗ വീരന്റെ ചേട്ടൻ. അവനും കണക്കാന്ന്. ഒരുത്തൻ കൈ വെച്ചാ മതി, പിന്നെ നമ്മള് തീർന്നു. അപ്പൊ പിന്നെ ഇവര് പോന്നതോ? ഇവരൊന്നും ചെയ്യത്തില്ലേ? അമ്മ, ഇവര് രണ്ടുപേരും പ്രായമുള്ളവരാ. വലിയ വ്യത്യാസമുണ്ട്. ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ വരാൻ എനിക്ക് മടിയില്ല. വെറുതെ കാഴ്ചക്കാരനായിട്ട് നാണം കേട്ട് നിൽക്കാന്നുള്ളല്ലാതെ എന്ത് മെച്ചം? നമുക്ക് പോകാൻ ചേട്ടാ, പേടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഈ കുടുംബത്തിൽ 2 പിള്ളേരെ അകത്തെടുക്കുന്നു. പോയിക്കാം. നമുക്ക് ആരെയാ കാണേണ്ടത്? ഇറങ്ങിച്ചത് നോക്കാം. CSR ഉണ്ടല്ലോ അല്ലെ? ഓഫീസിലുണ്ട്.
നിങ്ങൾ ചെല്ലെ. ഒരു തെറ്റൊക്കെ ആർക്കും. ഒരു തെറ്റം അവൻ ബാലചന്ദ്ര മേനോന്റെ വീട്ടിലെ സെർവന്റിന് പണി കൊടുക്കാൻ നോക്കിയതല്ലേ, അല്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. നീ അലീനോട് പറഞ്ഞാലേ അവൾക്ക് ചിലപ്പോ നിന്റെ മകനെ രക്ഷിക്കാൻ പറ്റി. നമ്മള് അവരെ കോളേജിലോട്ട് പഠിക്കാൻ വിട്ടു. അവന്മാർക്ക് അത് പോരാ.